ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ആട്ടുംകൂട് എൻ്റെ രാവിലത്തെ ആട്ടുംകൂട് വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടിൻ്റെ അവിടെ കെട്ടിയിട്ടേക്കാണ്. അല്ലെങ്കിൽ അവൾ കൂട് അടിക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി ഓടും, പിന്നെ അതിൻ്റെ പിടിക്കാനൊക്കെ നടക്കണം. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കയറിട്ട് ആദ്യം തന്നെ ഇത് കുറുക്കി അവിടെ കെട്ടിയേക്കാണ്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. കൂടിന് അധികം ഗ്യാപ്പുള്ള കാരണം ഒരുപാട് വേസ്റ്റൊന്നും കൂട്ടിലില്ല. എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് അങ്ങോട്ട് അടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആട്ടിൻകൂടിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ട്, അതും ക്ലീൻ ആക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം. ഇവർക്ക് ഇലയാണ് കേട്ടോ, പ്ലാവിൻ്റെ ഇലയാണ് കൂടുതലിഷ്ടം കഴിക്കാൻ. പുല്ല് കൊടുത്താൽ കുറേയൊക്കെ കളയും, പ്ലാവിൻ്റെ ഇലയും കളയും. എന്നാലും ഇത് ഉണങ്ങിയ ഇലയാണ്, അത് ഉണക്കി വെച്ചാലും തിന്നോളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ സമാധാനമുണ്ട്. നമുക്ക് ഇല കിട്ടണ സമയത്ത് ഞാൻ ഉണക്കി സൂക്ഷിക്കും. അപ്പം പച്ച ഉള്ള സമയത്ത് പച്ച കൊടുക്കും, ഉണങ്ങിയതുള്ള സമയത്ത് ഉണങ്ങിയതും പിന്നെ കുറച്ച് പച്ചപ്പുല്ലും ഒക്കെ കൊടുക്കും. അപ്പോൾ എന്തായാലും ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഉണങ്ങിയ ഇല ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് ഭക്ഷണത്തിന് ടെൻഷനില്ല, കഴിച്ചോളും. അത് കാരണം പിന്നെ വെള്ളവും കൊടുത്താലും കുടിച്ചോളും, അതൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് കെട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ കറക്കണ സമയത്തും ഞാനവിടെ ഒരു ഹുക്ക് ചെയ്തേക്കണം. അപ്പോൾ അവളുടെ ബെൽറ്റിലേക്ക് ആ ഹുക്ക് ഇട്ടാൽ ഈ ചൂല് തിന്നാനാണ് കേട്ടോ. ചൂല് തിന്നാനിൽ ഭയങ്കര ഇതാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിക്കണത്. ഈർക്കിലി എപ്പോഴും ഇഷ്ടമാണ്. ഞാനപ്പോൾ അത് വെറുതെ കാണിച്ചു കൊടുത്താണ് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ഞാനവിടെ കറക്കുകയും കൂടടിച്ചു വാരുകയും ഒക്കെ ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ വെറുതെ കിടന്ന് ഓടി പാഞ്ഞ് നടക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ കെട്ടിയിടുള്ളൂ കേട്ടോ. കൂട് നല്ല വലിയ കൂടായതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ ഇതിനകത്ത് അഴിച്ചിട്ടാണ് വളർത്തണത്. അപ്പം അത് കാരണം അവർക്ക് പുറത്ത് അഴിച്ചുവിടാത്തതിൻ്റെ ഒരു ഇതില്ല, എക്സർസൈസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ, ചെറിയ കൂടലല്ല. അതുകൊണ്ട് അപ്പം ഇവിടെ അടിച്ച് ക്ലീനാക്കിയത്. അവിടെ നിന്ന് മാറി ചൂലടിക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ ചൂലുമ്പോൾ അവൾ പിടിച്ച് കടിക്കുകയാണ്. അവൾ നിൽക്കണോടത്തിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതും അടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അടി ഒന്ന് അടിച്ച് വാരാം. അടിയിൽ ഞാൻ ഡെയിലി അടിച്ച് വാരണതുകൊണ്ട് പാടൊന്നുമില്ല, പെട്ടെന്ന് പോകുന്നുള്ളൂ വേസ്റ്റൊക്കെ. ഞാനിതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഇത് ഫ്ലക്സ് വിരിച്ചിട്ടേക്കാണ്. അത് നമുക്കിത് ഇങ്ങനെ തട്ടിയാൽ കഴിഞ്ഞാൽ തന്നെ ആ വേസ്റ്റ് അടിയിലേക്ക് പോകുന്നുള്ളൂ. ചരിവ് പോലെ കെട്ടിക്കൊടുത്തേക്കണോണ്ട് അതുകൊണ്ട് നമുക്ക് കൂടിൻ്റെ അടി വൃത്തിയാക്കാൻ എളുപ്പമാണ് കേട്ടോ. അത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യലില്ലായിരുന്നു, ആഴ്ചയിലും നോക്കിയായിരുന്നു ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അന്നന്ന് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒട്ടും പ്രയാസമില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റേ ഉള്ളൂ നമുക്ക് കൂടും അടിയും ഒക്കെ വൃത്തിയാക്കാം. ഇപ്പുറം സൈഡിൽ നിന്നും അതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും ഈ ഫ്ലക്സ് അങ്ങോട്ട് മുട്ടി കൊടുത്താൽ ഇതൊക്കെ പോകുന്നുള്ളൂ. പിന്നെ മൂത്രം ഒഴിക്കണത് പിന്നെ പാത്രം വെച്ചേക്കണതുകൊണ്ട് അതിനകത്തേക്ക് മൂത്രം ഇല്ലായിക്കോളും. അപ്പോൾ അത് ഞാൻ ആദ്യം എടുത്ത് കളഞ്ഞിട്ടാണ് ഈ കൊട്ട ഇവിടെ വച്ചത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി അടിച്ച് കൊട്ടയിലേക്ക് ഇടാം വേസ്റ്റ്. അപ്പോൾ നമ്മുടെ ആട്ടിൻകൂടിൻ്റെ അടിയുടെ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ, കഴിയുന്നതോടുകൂടി. പിന്നെ ഇത് പാത്രത്തിൽ ചാക്കിലോ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പച്ചക്കറിക്ക് ഇടുന്ന ഒരാൾ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അതാണ് നമുക്ക് വേസ്റ്റ് കളയേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല കണ്ടീഷനായ ഫ്ലെക്സിലായതുകൊണ്ട് മൂത്രമൊക്കെ വീഴുമ്പോൾ തന്നെ അത് നല്ല ഒഴുകി തന്നെ നമ്മുടെ ഈ മൂത്രം വയ്ക്കുന്ന പാത്രത്തിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫ്ലെക്സിൽ നങ്ങി കിടക്കില്ല. അതുകൊണ്ട് ഫ്ലെക്സ് നമ്മൾ നീറ്റാക്കി ഇടാനും എളുപ്പമുണ്ട്. ഈ പാത്രത്തിലേക്കാണ് മൂത്രം ചാടണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ചാടിക്കളും. രാവിലെ ഞാനതെടുത്ത് കളയും. ഇനിയിപ്പോൾ കുറച്ച് പ്ലായിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇന്നത്തെ രാവിലത്തെ ആടിൻ്റെ പണി കഴിയും കേട്ടോ. അപ്പോൾ കുറച്ച് ഇവിടെ അടുത്തുനിന്നൊരു പ്ലാവ് കിട്ടിയപ്പോൾ, അടുത്തല്ല ഇച്ചിരി ദൂരം ഉണ്ടായി. അപ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്നു പ്ലായിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കതൊന്നെടുത്ത് കെട്ടിന്ന് കൊടുത്ത ഇന്നത്തെ എൻ്റെ ആടിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് ആവശ്യമുള്ളപ്പോൾ അവൾ കഴിച്ചോളും. ഇപ്പോൾ രാവിലെ കുറച്ച് ഇല കൊടുത്തായിരുന്നു. രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒന്നുമില്ലെങ്കിൽ അവൾക്ക് കുറച്ച് കൊടുക്കും, അങ്ങനെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇതുകൊണ്ട് കെട്ടിയിട്ടിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണല്ലോ വരുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ള ഫുഡ് കഴിച്ചോളും. വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് കൊടുത്താൽ മതി. അത്രയും നേരം ഇപ്പോൾ കഴിച്ചേക്കണ കാരണം ഇത് കെട്ടിയിട്ട് വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം രാവിലെ കുറച്ച് കൊടുത്തായിരുന്നു കാരണം അപ്പോൾ ഞാൻ എന്നാലും അത് കെട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് വിശക്കുമ്പോൾ ആവശ്യത്തിന് കഴിച്ചോളൂല. അത് കാരണം കെട്ടി ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കെട്ടേണ്ട താമസം ഉണ്ടാവുള്ളൂ. അതൊക്കെ വലിച്ചു കഴിക്കാൻ ധൃതി പിടിച്ച് കാണിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോണതിന് മുമ്പ് കുറച്ചുകൂടി കെട്ടി കൊടുത്തതാണ്. ഇനിയിപ്പോൾ വൈകിട്ട് ആണല്ലോ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇത് സമയം മാതിരി അതിന് വിശക്കുമ്പോൾ കഴിച്ചോളും. പച്ചില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചിലയും ഉണക്കലയും ഒക്കെ കഴിച്ചോളും. എന്നാലും പച്ച കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തി. ആടുകൾക്ക് പച്ചില കൊടുക്കുന്നതുമാണ് നല്ലത്, നമ്മുടെ ലഭ്യത അനുസരിച്ച്.